ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള ടിയാര എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ടിയാര ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് പേഴ്സ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് കളറിലുള്ള കുറച്ച് പേഴ്സാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗിയർ വയറാണ്. പിന്നെ റിബണാണ് ആവശ്യം വരുന്നത്. ഞാനിവിടെ സ്മോൾ സൈസിലുള്ള, അതായത് 1/4 ഇഞ്ചിൻ്റെ ഒരു പിങ്ക് കളറ് റിബണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കത്രിക, നാനോ ടാപ്പ്, ലൈറ്റർ. വയറ് പിരിച്ചെടുക്കണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇതുപോലത്തെ കുടിൽ യൂസ് ചെയ്യാം. ഇത്രയും മെറ്റീരിയൽസാണ് ടിയാര ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഗിയർ വയറ് കത്രിക ഉപയോഗിച്ചുകൊണ്ട് പാകത്തിന് അളവിലെടുത്തിട്ട് കത്രിക കൊണ്ട് മുറിച്ചെടുക്കണം. സാധാരണ നമുക്ക് ടിയാര ഉണ്ടാക്കുമ്പോൾ വയറ് കറക്റ്റായിട്ടൊരളവ് കിട്ടില്ല. ഞാൻ എടുക്കാറുള്ളത് എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു കുട്ടിയുടെ ഹെഡിൻ്റെ സൈസിൽ എടുക്കും, 2 മടക്കായിട്ട് എടുക്കും. അതിൻ്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. രണ്ട് ലെയറായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ത്രീ mm ഗിയർ വയറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ അറ്റം നമുക്ക് നന്നായിട്ട് പിരിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പിരിച്ചെടുക്കണം. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരാം. നമുക്ക് റിബൺ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക. നമുക്ക് റിബൺ കെട്ടി കൊടുക്കാൻ പാകത്തിലുള്ളൊരു ഹോളിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ഇതുപോലെ ഇനി മുത്ത് കോർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതള കൂടി 2 വയറിൻ്റെ 2 അറ്റം ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ മുത്ത് ആദ്യം കോർത്തെടുക്കണം. ഇനി 2 ഇതുകളും രണ്ടറ്റം കൂടെ ഒരുമിച്ച് പിടിച്ച് മുത്ത് അതിൽ കോർത്ത് കൊടുക്കുക. ആദ്യം ഇടുന്ന മുത്താണ്, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ പിന്നെ 2 വയറും സെപ്പറേറ്റ് ആക്കി പിടിച്ചിട്ട് ഓരോ വയറിലും ഒരു 6 മുത്ത് 6 വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ളതുകൊണ്ട് അത്ര മതി.
6 മുത്ത് വീതം കോർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 വയറിലും 6 മുത്ത് വീതം കോർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇവിടെ ഇങ്ങനെ പിരിച്ചെടുക്കണ്ട. ഈ 2 വയറുകൂടി കൂട്ടി പിരിക്കുക. വീണ്ടും 2 വയറിൻ്റെ അറ്റം കൂടെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒരു മുത്തിട്ട് കൊടുക്കുക. വീണ്ടും 2ആയി സെപ്പറേറ്റ് ആക്കി എടുക്കണം വയറ്. നേരത്തെ ചെയ്ത പോലെ 6 മുത്ത് വീതം ഓരോ വയറിലും ഇട്ട് കൊടുക്കുക. ഇതവിടെ കൂട്ടി പിരിച്ചു കൊടുക്കുക. നന്നായിട്ട് പിരിച്ചു കൊടുക്കണേ. വീണ്ടും രണ്ടറ്റം കൂട്ടിപ്പിടിച്ച് നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് പിരിച്ചെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു റിബൺ ഇവിടെ കെട്ടി കൊടുക്കാവുന്ന രൂപത്തിൽ അത്രയും ഇത് മതി. ഇങ്ങനെ ഒരു ഹോള് ഇത്രയും വരുന്ന രൂപത്തിൽ ബാക്കിയുള്ള ഭാഗം നല്ലോണം ചുറ്റിയെടുക്കണം. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. പിരിച്ച് നല്ലോണം പിരിച്ച് വെക്കണം. അതിന് പോരാത്ത രൂപത്തിൽ കേട്ടോ.
കൂർത്ത് എവിടെ തട്ടാണ്ടിരിക്കാൻ കുടിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. ടിയാര റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് റിബണ് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. പോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ, മുത്തുകളൊക്കെ. ഞാനിവിടെ 1/4 ഇഞ്ചിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. 2 പീസായിട്ടാണ് ഇത്. വീതി ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ 2 പീസായിട്ടാണ് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. റിബണിൻ്റെ 2 അറ്റവും നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നി പോരും. അതില്ലാണ്ടിരിക്കാനാണ് ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഉരുക്കി കൊടുക്കുന്നത്. ഈ ടിയാരയുടെ ഈ ഹോളില്ലേ, നമ്മൾ റിബൺ കെട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്, അതിലൂടെ എടുക്കുക. ഇതിന് നാനോ ടാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, ഇവിടെ കെട്ടി കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. റിബൺ വെക്കുമ്പോൾ മറിച്ച് ഉൾവശവും പുറംവശവും ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. രണ്ടറ്റത്തും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ അടിപൊളി ടിയാര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതായി റിബണ് യൂസ് ചെയ്ത് കെട്ടി കൊടുക്കുക. ബട്ടർഫ്ലൈ കട്ട് അതുപോലെ അടിപൊളി ടിയാര റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.